എല്ലാവർക്കും നമസ്കാരം. അറ്റ് ദ റേറ്റ് പാട്ടുമൂത്തും 5811 എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആനുകാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ജാപ്പനീസ് എൻകഫലൈറ്റിസ്, നിങ്ങൾ വാക്സിൻ ഇപ്പോൾ എല്ലായിടത്തും സ്കൂളുകളിലൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറിയിപ്പ് ആരോഗ്യവകുപ്പിൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ ആയതുകൊണ്ട് തന്നെ ഈ ആരോഗ്യവകുപ്പിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് അറിയിക്കുക. കുറേ ആൾക്കാർ സംശയം വിളിച്ചു ചോദിക്കുന്നതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുക എന്ന് കരുതിയതാണ്. അപ്പോൾ എന്താണ് ഈ ജാപ്പനീസ് എൻകഫലൈറ്റിസ് അല്ലെങ്കിൽ ജപ്പാൻ ജ്വരം? അത് ഈ അസുഖത്തിനെക്കുറിച്ച് വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. കൊതുക് കടി മൂലം മാത്രം വരുന്നൊരു അസുഖമാണ് ജാപ്പനീസ് എൻകഫലൈറ്റിസ് അല്ലെങ്കിൽ ജപ്പാൻ ജ്വരം. അപ്പോൾ ഇത് ക്യൂലെക്സ് വർഗത്തിൽപ്പെട്ട കൊതുകുകൾ ആണ് പരത്തുന്നത്. അപ്പോൾ ഇത് ക്യൂലെക്സ് സാധാരണഗതിയിൽ ഓരോ കൊതുകുകൾക്കും കടിക്കാനുള്ള പ്രത്യേക സമയം എന്തോ ദൈവം നിശ്ചയിച്ച് നൽകിയ പോലെയാണ്. അപ്പോൾ ഈ ഇഡിസ് കൊതുകൊക്കെ പകൽ സമയമാണല്ലോ കടിക്കുക. അതേപോലെ മിഡ് നൈറ്റിന് ശേഷമാണ് അനോഫിലിസ് വർഗത്തിൽപ്പെട്ട കൊതുക് കടിക്കുക. അതിന് മുമ്പുള്ള സമയം നൈറ്റിലാണ് സാധാരണ ക്യൂലെക്സ് വർഗത്തിൽപ്പെട്ട മാൻസോണിയ. 3-4 തരങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കടിക്കുക. അപ്പോൾ ഈ ക്യുലിസിഫൈൻ ആയിട്ടുള്ള ഈ കൊതുക് കടി മൂലം മാത്രമാണ് ജപ്പാൻ ജ്വരം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുക. അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരില്ല, കൊതുകാണ് പരത്തുന്ന ഏജൻറ്റ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ കൊതുക് മറ്റ് ഇപ്പോൾ പന്നി പോലുള്ള ഇതിനൊക്കെ കടിക്കും. അപ്പോൾ പന്നിയിലും ഒക്കെ ഉണ്ടാകുന്ന രോഗാണുക്കൾ, ഇപ്പോൾ പന്നിക്ക് അസുഖം ഉണ്ടാക്കില്ല, എന്നാൽ പന്നിയിൽ നിന്നുണ്ടാകുന്ന ഈ ജപ്പാൻ ജ്വരത്തിൻ്റെ രോഗാണുക്കൾ കൊതുകിന് കിട്ടും. കൊതുക് മനുഷ്യനെ രക്തം കുടിക്കാൻ വേണ്ടി കടിക്കുമ്പോൾ കൊതുകിലൂടെ മനുഷ്യന് കിട്ടും. അങ്ങനെയാണ് ജപ്പാൻ ജ്വരത്തിൻ്റെ വൈറസ്, ഒരു ഫ്ലാവി വൈറസാണ് ഈ വൈറസ് കിട്ടുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇത് ഗ്രാമപ്രദേശങ്ങളിൽ, നെൽപ്പാടങ്ങൾ, പന്നി വളർത്ത് കേന്ദ്രങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണല്ലോ കൊതുകിന് കിട്ടുക. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഈ അസുഖങ്ങൾ കൂടുതൽ പകരുന്നത്. അപ്പോൾ മാൻ ടു മാൻ ട്രാൻസ്മിഷൻ ഇല്ല, മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്കുള്ള ട്രാൻസ്മിഷൻ, പകർച്ച ഇല്ല, 100% ഇല്ല. അപ്പം ലക്ഷണം എന്ന് പറഞ്ഞാൽ പനി, തലവേദന, ഛർദി ആണ് പ്രാഥമികമായിട്ടുണ്ടാവുക. പിന്നെ അത് കൂടുതലായിട്ട് കുറച്ചുകൂടി അതിൻ്റെ സെക്കൻഡറി സ്റ്റേജ് എന്ന രീതിയിൽ വരുമ്പോഴാണ് ഫിറ്റ്സൊക്കെ വന്നിട്ട് ബോധക്ഷയം പോലെ ഉണ്ടാവുക. അപ്പോൾ അത് തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഫെയ്റ്റൽ ആവുന്നതും മരണനിരക്ക് കൂടുന്നതും. ഏകദേശം ഒരു 20-30% വരെ ആളുകൾ അസുഖം ബാധിച്ചാൽ മരണപ്പെടും. പ്രത്യേകിച്ച് കുട്ടികളിലാണ് കൂടുതലായിട്ട് ഇത് ഫെയ്റ്റൽ ആവുന്നത്. അപ്പോൾ രക്ഷപ്പെടുന്ന ആളുകൾ, അസുഖം വന്ന് മാറുന്ന ആളുകൾക്കും ചിലപ്പോൾ അത് നാഡീസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ പിന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പക്ഷി അല്ലെങ്കിൽ പന്നി ഇതിനൊക്കെ കടിച്ച കൊതുകുകളാണ് മനുഷ്യനെ കടിക്കുമ്പോഴാണ് അസുഖം നമുക്ക് വരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ പ്രതിരോധം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അസുഖം വന്ന് ചികിത്സിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അസുഖത്തിനുള്ള ചികിത്സ, ഇതൊരു ഫ്ലാവി വൈറസ് ആയതുകൊണ്ട് തന്നെ അസുഖത്തിന് ഡയറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇല്ല, സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ എന്താണോ അപ്പോൾ പെർസിസ്റ്റ് ചെയ്യണത് അതിനെ മാനേജ് ചെയ്യാൻ ആവശ്യമായ ചികിത്സ മാത്രമേ ഉള്ളൂ. പനിയാണെങ്കിൽ പനിക്കുള്ളത് കൊടുക്കുക, ഛർദ്ദിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിനുള്ളത് കൊടുക്കുക. അപ്പോൾ അത്തരമുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പ്രതിരോധത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട്. അസുഖം വന്നിട്ട് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അസുഖം വരാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രതിവിധി. അപ്പോൾ ഇതിന് ജാപ്പനീസ് എൻകഫലൈറ്റിസിനെ തടയാൻ ആവശ്യമായി വാക്സിൻ, ഇപ്പോൾ ഫലപ്രദമായിട്ടുള്ള വാക്സിൻ ഇറങ്ങിയിട്ടുണ്ട്. 90% ഫലപ്രദമാണ്. ഒരു 10% ഒരു ചെറിയ ഇപ്പോൾ നമ്മളൊരു കുട്ടി പറഞ്ഞ പോലെ ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല എന്നുള്ള പറഞ്ഞ പോലെ അത്രയല്ല, എങ്കിൽ പോലും ഒരു ചെറിയ ശതമാനം. ഇപ്പോൾ ഏതൊരു സംഗതിക്കും ഉണ്ടല്ലോ അങ്ങനെ 100% എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റിയ സംഗതികൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ കോവിഡ് വാക്സിൻ ഒരു പാർശ്വഫലവും ഇല്ല വെച്ചാൽ വളരെയധികം ആളുകൾ മരണപ്പെടുമ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റിനെ കുറിച്ച് കൂടുതൽ നമ്മൾ വറീഡ് ആവാതെ അതിൻ്റെ എഫക്റ്റിനെ കുറിച്ച് ബലവത്തായിട്ട് ചിന്തിച്ചതുകൊണ്ടാണ് നമുക്കങ്ങനെ പെട്ടെന്ന് ഒരു വാക്സിൻ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു വാക്സിൻ്റെയൊക്കെ സൈഡ് ഇഫക്റ്റ് അറിയണമെങ്കിൽ ലോങ് റണ്ണിലേ അറിയാൻ പറ്റുള്ളൂ, പെട്ടെന്നുണ്ട് സൈഡ് ഇഫക്റ്റ് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ചില വാക്സിനുകൾക്കൊക്കെ ചെറിയ സൈഡ് ഇഫക്റ്റുകൾ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ പോസിറ്റീവ് സൈഡ് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റുകളെ നമുക്ക് മറക്കാം. അപ്പോൾ അതേപോലെ തന്നെ വാക്സിൻ നല്ല ഫലപ്രദമായ വാക്സിനാണ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. 1 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഒരു ഡോസ് കൊടുക്കേണ്ടത്. ഒരു ബൂസ്റ്റർ ഡോസ് അത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് പകരുന്നത് എന്താ പറയുക, ഭക്ഷണം വഴിയോ വെള്ളം വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള ചുമ, തുമ്മൽ, അങ്ങനെ മാസ്ക് വെച്ചിട്ട് അങ്ങനെയൊന്നും കാര്യമില്ല ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ മറ്റു വൈറൽ അസുഖങ്ങൾക്ക് ഉണ്ട് താനും. ചുമ, ജലദോഷം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മാസ്ക് എന്തായാലും ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ട ഒരു
പരിസ്ഥിതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിനോട് കാര്യമില്ല. അപ്പോൾ രക്തം മാറ്റലോ അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കോ മുലപ്പാൽ കൊടുത്താലോ അങ്ങനെയൊന്നും ഭക്ഷണം ഷെയർ ചെയ്താലോ അങ്ങനെയൊന്നും ഈ അസുഖം വരുന്നില്ല. ഓൺലി ബൈ മൊസ്കിറ്റോ ബൈറ്റ്, എക്സ്പെഷ്യലി ക്യൂലെക്സ്. അപ്പോൾ ക്യൂലെക്സിൻ്റെ കടി മൂലം മാത്രമാണ് വരിക. അപ്പോൾ അത് രാത്രിയാണ് കടിക്കുക. സാധാരണ ഇതിൽ ഓരോ അസുഖത്തിനും ഇൻക്യുബേഷൻ പീരീഡ് പറയാറുണ്ട്. രോഗാണുക്കൾ ശരീരത്തിൽ കയറി രോഗലക്ഷണങ്ങൾ പുറപ്പെടുവിക്കുന്നത് വരെയുള്ള സമയത്തിനാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് 5 to 15 ഡേയ്സ് ആണ്. 5 മുതൽ 15 ദിവസം വരെയാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടി പരിശോധനകളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. അതല്ലെങ്കിൽ അസുഖം ഡോക്ടറെ കാണിക്കണം. സ്വയം ചികിത്സ ആപത്തുണ്ടാക്കും. ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഗൂഗിളും അതൊക്കെ നോക്കിയിട്ട് ആളുകൾ സ്വയം ചികിത്സയാണ്. ഗൂഗിളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെ ലക്ഷണം അപ്പോൾ അതിൽ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടാണ് അവിടുന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ അതൊരു ഡോക്ടറെ കാണിച്ചിട്ട് അതിൻ്റെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കി വേണ്ട ടെസ്റ്റുകൾ അതിൻ്റെ ഏർലി ഡയഗ്നോസിസ് ചെയ്യുക. അപ്പോൾ അത് വരാതിരിക്കാനുള്ള കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ചെയ്യുന്നത് JE അറിയാൻ വേണ്ടി IgM ELISA ടെസ്റ്റ് ചെയ്യാം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. പിന്നെ കൂടിയ അവസ്ഥയിൽ ഫിറ്റ്സൊക്കെ വരുമ്പോഴാണ് ഇപ്പോൾ ആ സമയത്തൊക്കെ ബ്രെയിനെ ബാധിക്കുമ്പോഴാണ് ഫിറ്റ്സൊക്കെ വരുന്നത്. അപ്പോൾ ഫിറ്റ്സൊക്കെ വരുമ്പോഴാണെങ്കിൽ MRI സ്കാനിങ്ങോ CT സ്കാനോ ഒക്കെ ചെയ്യേണ്ടി വരും. എന്നാലേ ഇതാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ എങ്കിൽ പോലും എന്തിനാണെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി അപ്പോൾ ഡയറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക. സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലേക്കും ഈ 1 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിലേക്ക് ഇതിൻ്റെ വാക്സിനുമായിട്ട് അതിൻ്റെ ആരോഗ്യ പ്രവർത്തകർ ഇൻക്ലൂഡിങ് ഡോക്ടർ ടീം വരും. അപ്പോൾ ഇതെല്ലാവരും അതിന് സഹകരിക്കുക. കാരണം ഇത് വേറൊരു ഉദ്ദേശം വെച്ചിട്ടൊന്നുള്ളതല്ല. പല വാക്സിനുകളുടെ പിന്നിലും നമ്മൾ കുറേ നേരിട്ടതാണ്. പിന്നിലും ഓരോ കിംവദന്തികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ JE വാക്സിനെക്കുറിച്ച് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഗുണം അതല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് സൈഡ് നിങ്ങളെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഈ വാക്സിൻ എന്തായാലും നിർബന്ധമായും എടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ മറുപടി കമൻറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും. പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യാനും ഇത് മുഴുവൻ വാച്ച് ചെയ്യാനും എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടി. കാരണം ഒരു സംശയം ഉള്ളപ്പോൾ ആ സംശയ നിവാരണം എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. അതിൻ്റെ മറ്റുള്ള ഷെയർ കൂട്ടുക എന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ ആളുകൾക്ക് ഇതിൻ്റെ ഒരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.